അപ്പോൾ ഇന്നലെയും ഇന്നുമൊക്കെ ആയിട്ട് ന്യൂസിൽ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. സഹപാഠിയോട് തോന്നിയ പ്രണയം നിരസിക്കപ്പെട്ടതിൻ്റെ പ്രതികാരം തീർക്കാൻ വേണ്ടി ഒരു പെൺകുട്ടി 13 വയസ്സുകാരി ഒപ്പം പഠിച്ച സഹപാഠികളുടെയും പിന്നെ കുറച്ച് പേരുടെയും പേരിൽ വ്യാജമായ ഒരു പരാതി കൊടുക്കുന്നു ചൈൽഡ് ലൈനിൽ. ഈ വിഷയത്തിൽ അറസ്റ്റ് ഉണ്ടാവുന്നു, ഭയങ്കര സീനാവുന്നു. ഈ വിഷയത്തിൽ അറസ്റ്റ് ചെയ്ത വ്യക്തികളെ കൊണ്ടുപോകുന്നു, കുട്ടികളെ കൊണ്ടുപോകുന്നു. കൂടൽ പോലീസ് സ്റ്റേഷനിലെ പോലീസുകാർ അവരെ ഭയങ്കരമായിട്ട് ഉപദ്രവിക്കുന്നു. നമ്മുടെ സൊസൈറ്റിയിൽ ഈ വിഷയം കുറച്ചധിക കാലമായിട്ട് സംസാരത്തിലുണ്ട്. കുറച്ചധികം കള്ള കേസുകൾ ഇതുപോലെ വന്നു പോകുന്നുണ്ട്. സ്ത്രീകളെയും കുട്ടികളെയും ഒക്കെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇവിടെ പല നിയമങ്ങളും ഉണ്ടാക്കിയിട്ടുള്ളത്. ഓക്കെ, ഈ നിയമം ഉണ്ടാക്കി അല്ലെങ്കിൽ ഈ നിയമം നിലനിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് ഒരു പരാതി വന്നാൽ അത് വ്യാജമാണോ അത് ജെന്യുവിൻ ആണോ എന്ന് കണ്ടുപിടിച്ച് അതിൽ കൃത്യമായി ആക്ട് ചെയ്യേണ്ടത് ഇവിടുത്തെ പോലീസിൻ്റെ ഡ്യൂട്ടിയാണ്. പക്ഷെ വെരി അൺഫോർച്ചുനേറ്റ്ലി ഇവിടുത്തെ പോലീസുകാർക്ക് ചില കേസുകൾ വരുമ്പോണ്ടല്ലോ അവർ ഒന്നും നോക്കില്ല. അവർ നേരെ ചാടി കയറി ആക്ഷൻ എന്ന് പറഞ്ഞിട്ട് പരിപാടികളാണ് തുടങ്ങും. അതും ഈ വിഷയത്തിൽ ചില്ലറ രീതിയിലുള്ള സീനുകളല്ല കൂടൽ പോലീസ് സ്റ്റേഷനിലെ പോലീസുകാർ കാണിച്ചു കൂട്ടിയിട്ടുള്ളത്. ഈ 13 വയസ്സുകാരി പെൺകുട്ടി ചൈൽഡ് ലൈനിലാണ് ആദ്യം ഈ ഉപദ്രവിച്ചതിൻ്റെ ഡീറ്റെയിൽസ് പറയുന്നത്. അതായത് ചൈൽഡ് ലൈനിൽ ഒരു കൗൺസിലിങ്ങിൻ്റെ ഭാഗമായിട്ട് വന്ന സമയത്ത് സ്കൂളിലെ ശുചിമുറിയിലും മറ്റ് സ്ഥലങ്ങളിലും കൊണ്ടുപോയി പുറത്തൊരു വീട്ടിലും വെച്ച് 6ഓളം പേര് ഈ കുട്ടിയെ ഉപദ്രവിച്ചു. അതിൽ സഹപാഠികളായിട്ടുള്ള കുട്ടികളും ഉണ്ട്, പ്ലസ് മുതിർന്നവർ 2-3 പേരും, പിന്നെ ഒരു പെൺകുട്ടി. ഇത്രയും ആളുകളുടെ ഡീറ്റെയിൽസാണ് ഈ ചൈൽഡ് ലൈൻ ഉദ്യോഗസ്ഥരോട് 13 വയസ്സുകാരി പറഞ്ഞിട്ടുള്ളത്, ആ കുട്ടിയെ ഉപദ്രവിച്ച ആളുകളുടെ ലിസ്റ്റിൽ. അങ്ങനെ ചൈൽഡ് ലൈനിന് ഈ ഉപദ്രവം കുട്ടി പറഞ്ഞു കൊടുത്തതോടുകൂടി ചൈൽഡ് ലൈനിന് ഇങ്ങനത്തെ ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ അത് പോലീസിന് അന്വേഷിക്കാൻ വിട്ടുകൊടുക്കുക എന്നുള്ളതാണ് അവരുടെ പരിപാടി. അവരപ്പോൾ അത് കൂടൽ പോലീസ് സ്റ്റേഷനിലുള്ള പോലീസിന് FIR ഇടാൻ വേണ്ടി കൊടുക്കുന്നു. FIR രണ്ട് FIR ആയിട്ടാണ് ഇതിൽ രജിസ്റ്റർ ചെയ്തതെന്നുള്ളതാണ് എൻ്റെ ഒരു അറിവ്. അതിൽ തന്നെ 11 പേർക്കെതിരെയാണ് കേസ് ഉണ്ടായിരുന്നത്. FIR രജിസ്റ്റർ ചെയ്ത ഉടനെ തന്നെ പോലീസുകാർ ആക്ഷൻ തുടങ്ങി. പ്രാഥമിക അന്വേഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ കുട്ടിയെ വൈദ്യ പരിശോധനയ്ക്ക് കൊണ്ടുപോവുക എന്നുള്ളൊരു കാര്യമുണ്ട്. അത് ചെയ്തതിന് ശേഷമാണോ ഇവർ ഈ 11 പേരെ അന്വേഷിച്ചിറങ്ങിയത്, അതിൽ തന്നെ 3-4 പേരെ പിടിച്ച് അകത്തിട്ടിട്ട് ഈ വൃത്തികെട്ട രീതിയിൽ അവരെ ഇടിച്ച് പിഴിഞ്ഞതൊന്നും നമുക്കറിയില്ല. പോലീസുകാരെന്താണെന്നുണ്ടെങ്കിലും കേസ് വന്നു, കേസ് രജിസ്റ്ററായി. ഈ പെൺകുട്ടിയുടെ വൈദ്യ പരിശോധനയും കാര്യങ്ങളൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ അവർ ആക്ഷൻ തുടങ്ങി. ആ ടൈമിലാണ് ഓപ്പൺ ഹാർട്ട് സർജറി കഴിഞ്ഞ ഒരു പയ്യനെ അടക്കം ഇവർ രാത്രി വീട്ടിൽ നിന്ന് വിളിച്ചു കൊണ്ടുപോയിട്ട് ഉപദ്രവിച്ചിട്ടുള്ളത്. അത് ചില്ലറ ഉപദ്രവമൊന്നുമല്ല. ഓക്കെ, അപ്പോൾ ഒരു കേസ് വരുമ്പോൾ അതൊരു കുട്ടിയെയോ അല്ലെങ്കിൽ ഒരു സ്ത്രീയെയോ ഉപദ്രവിച്ചു എന്നുള്ളൊരു കേസാണെങ്കിൽ പോലും ഇവിടെ അത് അന്വേഷിക്കുക എന്നുള്ളത് പോലീസിൻ്റെ ഡ്യൂട്ടിയാണ്. പ്രാഥമിക അന്വേഷണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് എല്ലാ ചെക്ക് ലിസ്റ്റും ടിക്ക് ചെയ്തിട്ട് വേണ്ടേ പോലീസുകാർ ഒരു പ്രതിയെ അറസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ ചോദ്യം ചെയ്യാനടക്കം വിളിപ്പിക്കേണ്ടത്. പക്ഷെ ഇവിടെ കാര്യങ്ങൾ അങ്ങനെയൊന്നുമല്ല നടന്നത്. ആൻഡ് ലേറ്റർ ഓൺ ഈ കുട്ടി മജിസ്ട്രേറ്റിന് മുന്നിൽ ഈ പറഞ്ഞ ചൈൽഡ് ലൈനോട് പറഞ്ഞ കാര്യം നുണയാണ്. ഇതേപോലെ സഹപാഠിയോട് തോന്നിയ പ്രണയം നിരസിച്ചു സഹപാഠി, അതുകൊണ്ട് ആ ദേഷ്യത്തിൽ ഈ വ്യക്തികൾക്കെതിരെയൊക്കെ ഞാൻ ഇതേപോലുള്ളൊരു ആരോപണം ഉന്നയിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെയും ഒരു സംശയത്തിൻ്റെ ഫാക്ടർ എനിക്കില്ലാതില്ല. അത് വേറൊരു കാര്യം. നമുക്കെന്താണെങ്കിലും ഈ വിഷയങ്ങളിലൂടെ ഒന്ന് പോയി നോക്കാം. വൈദ്യപരിശോധനാ ഫലമാണ് നിർണായകമായത്. പീഡനത്തിന്റെ ഒരു തെളിവും കിട്ടിയില്ല. ഇതോടെ പോലീസ് വെട്ടിലായി. കേസിൽ പ്രതിചേർത്തവരിൽ ചോദ്യം ചെയ്യാനായി വിളിപ്പിച്ച 6 പേരെ ഉടനടി വിട്ടയച്ചിരുന്നു ഇന്നലെ. പോലീസ് വീണ്ടും മൊഴിയെടുത്തതോടെ കെട്ടുകഥയെല്ലാം പൊളിഞ്ഞു. ആരും പീഡിപ്പിച്ചിട്ടില്ലെന്ന് മജിസ്ട്രേറ്റിന് മുന്നിലും പെൺകുട്ടി മൊഴി നൽകി. വ്യാജ മൊഴി നൽകാൻ കാരണം പ്രണയ നൈരാശ്യമെന്നാണ് പോലീസിന്റെ ഇപ്പോഴത്തെ ഭാഷ്യം. പ്രേമം പൊളിഞ്ഞതിന്റെ കലിപ്പ് സഹപാഠിയോടും മറ്റുള്ളവരോടും തീർത്തു അത്രേ. കേസിൽ പ്രതിയായവരിൽ 13-കാരിയുടെ സഹപാഠിയായ ഒരു പെൺകുട്ടിയും ഉണ്ടായിരുന്നു. ആ പെൺകുട്ടി ഉൾപ്പെടെ എല്ലാവരെയും ഇനി കേസിൽ നിന്ന് ഒഴിവാക്കാൻ നടപടിയാണ് പോലീസ് സ്വീകരിക്കുക. എന്നാൽ പ്രണയ നൈരാശ്യം കൊണ്ട് മാത്രം ഇത്ര ഭീകരമായ ഒരു കളവ് പറയുമെന്ന സംശയവും ബാക്കിയാണ്. അത്തരം ദുരൂഹത കൂടി നീക്കിയ ശേഷമാകും കേസ് തള്ളാനായി കോടതിയിൽ പോലീസ് റിപ്പോർട്ട് നൽകുക. അതിനിടെ പോലീസിനെതിരെ ഗൗരവമേറിയ മറ്റൊരു പരാതി കൂടി ഉയർന്നു വന്നു. നിരപരാധിയായിട്ടും ഈ കേസിന്റെ പേരിൽ കസ്റ്റഡിയെടുത്ത് മർദ്ദിച്ചെന്നാണ് 20-കാരൻ പറയുന്നത്. അപ്പോ ഇതില് പോലീസുകാർ ഈ കേസ് ഇവിടെ ഡ്രോപ്പ് ചെയ്യാൻ പാടില്ല.
ഈ പെൺകുട്ടി ഏത് സാഹചര്യത്തിലാണ് ഇതുപോലൊരു വ്യാജ പരാതി കൊടുക്കാൻ റെഡിയായി എന്നുള്ളത് കൃത്യമായ അന്വേഷണം. ഈ കുട്ടിയെ വെച്ച് വേറെ ആരെങ്കിലും കളിച്ചോ? കാരണം ഈ കുട്ടിയുടെ സഹപാഠികളായിട്ടുള്ള 6 പേർക്കെതിരെ ഈ കുട്ടി കേസ് കൊടുത്തു എന്ന് പറയുന്നു. ശരി, ഓക്കെ, ഈ കുട്ടിക്ക് ഒരു പ്രണയാഭ്യർത്ഥന നടത്തിയതിൽ നിന്നൊരു എന്താ പറയുക റിജക്ഷൻ ഉണ്ടായി. അപ്പോൾ അതിൽ നിന്ന് വന്ന ദേഷ്യത്തിൻ്റെ മുകളിൽ സഹപാഠികൾക്കെതിരെ വേണമെങ്കിൽ കള്ളക്കഥ പറഞ്ഞ് കള്ളക്കേസ് കൊടുക്കാം. പക്ഷെ ഇത് സഹപാഠികളിൽ നിന്നിട്ടില്ല. സഹപാഠികൾക്കപ്പുറം പുറത്ത് ഓക്കെ ഈ കുട്ടിയുടെ പ്രായത്തിനേക്കാൾ മുതിർന്ന കുറേ വ്യക്തികൾക്കെതിരെയും ഈ കുട്ടി സിമിലർ ആരോപണം പറയുന്നുണ്ട്. അതെങ്ങനെ? അല്ലെങ്കിൽ ഈ കുട്ടിയെ കണ്ടുപോലും പരിചയമില്ലാത്ത, അല്ലെങ്കിൽ എന്നോ ഒരിക്കൽ നാട്ടിൽ വീടിൻ്റെ അടുത്ത് കണ്ടൊരു കുട്ടി എന്നുള്ള പരിചയത്തിന് മുകളിലുള്ള വ്യക്തിയെ വരെ ഈ കുട്ടി ഇതിലേക്ക് വലിച്ചിട്ട് ഈ കേസിൻ്റെ ഭാഗമാക്കണമെന്നുണ്ടെങ്കിൽ, പേര് പറയണമെന്നുണ്ടെങ്കിൽ, അതിൽ ഒന്നില്ലെങ്കിൽ ഈ കുട്ടിയെ വെച്ച് വേറെ ആരെങ്കിലും കളിച്ചു, ഒരു ദേഷ്യം തീർത്തു, ഓക്കെ, അല്ലെങ്കിൽ ഇവരെയൊക്കെ കണക്ട് ചെയ്യുന്ന ഒരു കോമൺ ഫാക്ടർ ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ കാണും. ഇവരാരും തെറ്റ് ചെയ്തവരാന്ന് പറയുന്നില്ല, ബട്ട് there will be some other factors or some common factors. അങ്ങനെ ഒരു സാധനമാണ് എനിക്കിതിൽ എൻ്റെ ഒരു പേഴ്സണലി ഇതിൽ എനിക്ക് തോന്നുന്നത്. ഓക്കെ, ആദ്യം നമുക്ക് ഈ കുട്ടിയുടെ പരാതിയെ തുടർന്ന് ഇന്നലെ ന്യൂസിൽ നിങ്ങൾ കണ്ടു കാണും, ഒരു ഓപ്പൺ ഹാർട്ട് സർജറി ചെയ്ത ഒരു പയ്യനെ പിടിച്ചു കൊണ്ടുപോയിട്ട് ഈ പോലീസുകാരുടെ 3-ാം മുറ. ഈ പോലീസുകാരുടെ ഒരു അവസ്ഥയെ ഞാൻ ആലോചിക്കുന്നത്, അവർക്കൊരു കേസ് കിട്ടി, അത് FIR ആയി, അത് ഇതുപോലൊരു കേസാണ്, ഒരു കുട്ടിയെ ഉപദ്രവിച്ച കേസാന്നൊക്കെ ഉണ്ട്, ഓക്കെ, ലെറ്റ് ഇറ്റ് ബി. ഇവർ മഫ്തിയിൽ പോകുന്നു, ഇവർ പോലീസിൻ്റെ ഒഫീഷ്യൽ വാഹനം മാറ്റി ഒരു പ്രൈവറ്റ് വെഹിക്കിൾ എടുത്തിട്ടാണ് ഈ അന്വേഷണത്തിന് പോകുന്നത്. ഓക്കെ, ഈ പ്രതി എന്ന് ഇവർക്ക് സംശയമുള്ള വ്യക്തിയെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കാനോ അല്ലെങ്കിൽ അവരിഞ്ഞ് ഓടി രക്ഷപ്പെടുമോ എന്നൊക്കെ വിചാരിച്ചിട്ട്, ഒളിവ് പോവോ വിചാരിച്ചിട്ടായിരിക്കണം അങ്ങനെ സീക്രട്ടായിട്ട് ഇവർ ഇത് അന്വേഷിക്കാൻ വേണ്ടിയിട്ടായിരിക്കണം ആ മെത്തേഡൊക്കെ അഡാപ്റ്റ് ചെയ്തത്. അതൊന്നും കുഴപ്പമില്ല. പക്ഷേ ഇങ്ങനൊരു വ്യക്തിയെ അന്വേഷണ വിധേയമായി ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകുമ്പോൾ അയാളുടെ ഹെൽത്ത് കണ്ടീഷൻ ഇതുപോലെയാണ് എന്ന് വീട്ടുകാർ പറഞ്ഞതിന് ശേഷവും ആ വ്യക്തിയെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ചോദ്യം ചെയ്യുക, അത് പോലീസ് സ്റ്റേഷൻ്റെ അപ്പുറത്തുള്ള ഔട്ട് ഹൗസ് കൊണ്ടുപോയി ആ വ്യക്തിയുടെ മേത്ത് 3-ാം മുറ പ്രയോഗിച്ചത് എന്തിനാണ്? ഗുണ്ടാരാജാണോ പോലീസ് രാജാണോ? ഇപ്പം നാട്ടിൽ എന്താ റൂൾ ചെയ്ത്? പോലീസ് രാജാണ്. ഞാൻ ഇതിനു മുമ്പ് ഒരു കോണ്ടന്റ് ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ഗുണ്ടകളില്ല, ഇപ്പോൾ ഇവിടെ പോലീസ് ഗുണ്ടകളാണ് ഇപ്പോൾ ഉള്ളത്. അവരാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്, അവരെ വെച്ചാണ് രാഷ്ട്രീയക്കാർ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതാണെങ്കിലും ഈ കേസിൽ ഈ ഉപദ്രവം നേരിട്ട പയ്യൻ പറയുന്നത് കേട്ടോ. 8-8:15 കുറച്ച് ആൾക്കാർ വന്നിട്ട് എന്നെ ഇങ്ങനെ പിടിക്കുക. ആദ്യമേ എൻ്റെ ഫോട്ടോ കാണിച്ചിട്ടാണ് എന്നോട് ചോദിക്കുന്നത്, നീ എല്ലാം തന്നെ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞത് എൻ്റെ ഫോട്ടോ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞത് ഞാനാണ്, ആ ഒരു കാര്യമുണ്ടെന്ന് പറഞ്ഞിട്ടാണ് വിളിച്ചുകൊണ്ട് പോകുന്നത്. എന്നിട്ട് പോയിട്ട് ഇവർ ചോദിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ കുട്ടിയുടെ പേര് ചോദിച്ചിട്ടാണ് ഇപ്പം എന്നെ വീട്ടിൽ നിന്ന് ഇറക്കിക്കൊണ്ട് പോയത്. എനിക്കറിയാമെന്ന് ചോദിച്ചിട്ടാണ്. ഞാൻ പറഞ്ഞു എനിക്കറിയത്തില്ലെന്ന് പറയാം. എന്നെ നേരെ അങ്ങനെ വാഹനത്തിൽ കയറ്റി ഇവർ നേരെ ഒരു ക്വാർട്ടേഴ്സിലേക്ക് കൊണ്ടുപോകുമായിരുന്നു. സ്റ്റേഷനിലല്ല, പോലീസ് സ്റ്റേഷനിലല്ല കൊണ്ടുപോയത്, ക്വാർട്ടേഴ്സിലേക്കാണ് കൊണ്ടുപോയത്. അപ്പോൾ തന്നെ തെറിയിൽ നിന്നങ്ങ് തുടങ്ങുമായിരുന്നു സാർമാർ വന്നിട്ട്. അത് കഴിഞ്ഞിട്ട് ഇവർ എന്നെ ചെരുപ്പ് ഊരിയിട്ട് ഒരു ഭിത്തിയോട് ചേർത്ത് അവരെന്നെ ഇരുത്തിയിട്ട് എൻ്റെ കാല് നീട്ടി വെക്കാൻ പറഞ്ഞിട്ടാണ് ഇവർ തല്ലിയത്. അത് പോലീസ് സ്റ്റേഷനിലല്ല, ക്വാർട്ടേഴ്സിലാണ്. അത് കഴിഞ്ഞിട്ട് ഇവർ തല്ലി ക്വാർട്ടേഴ്സിലാണ്. എന്ത് ചോദിച്ചുകൊണ്ടാണ് തല്ലിയത്? ചോദിക്കുന്നതെന്ന് പറയുമ്പം നീ കുട്ടിയെ കൊണ്ട് എന്തിനാണ് പോയത്, CCTV ദൃശ്യമുണ്ട്, നിൻ്റെ ലൊക്കേഷൻ ഞങ്ങൾ ട്രേസ് ചെയ്തു, അപ്പോൾ അതുമായിട്ട് കണക്ട് ചെയ്താണ് നിന്നെ ഇപ്പോൾ പിടിച്ചത്, അവർ നിന്നെ ഐഡൻറ്റിഫൈ ചെയ്തു എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അവർ പിന്നെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഇങ്ങനെയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനെ നിങ്ങൾ പേര് മാത്രം പറഞ്ഞാൽ എനിക്ക് അറിയാൻ പറ്റില്ല, നിങ്ങൾ ഫോട്ടോ കാണിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. അങ്ങനെ ഞാൻ അവർ ഫോട്ടോ കാണിച്ചപ്പോൾ എനിക്ക് മനസ്സിലായെന്ന് പറയുമ്പം ഈ കുട്ടിയുടെ സിസ്റ്റർ എൻ്റെ കൂടെ വർഷങ്ങൾക്ക് മുന്നേ സ്കൂളിൽ പഠിച്ചിട്ടുള്ളൂ, ആ ഒരു ഇതേ ഉള്ളൂ, അല്ലാതെ വേറൊരു കണക്ഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. ശരി, അല്ലാതെ ഈ പരാതിക്കാരിയെ കുറിച്ചൊന്നും പറയണ്ട. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, ഈ പരാതിപ്പെട്ട കുട്ടിയെ അല്ലാതെ നേരിട്ട് പരിചയമില്ല അല്ലേ മോന്? ഇല്ല, നേരിട്ട് പരിചയമില്ല. പിന്നെ എത്ര നേരം അങ്ങനെ തല്ലി പോലീസുകാർ? അവര് മാറി മാറി അടിക്കുമായിരുന്നു. എന്നിട്ട് അവർ മാറി മാറി തല്ലുമായിരുന്നു. തല്ലി കഴിഞ്ഞിട്ട് ഞാൻ തറയിൽ ഇരിക്കുമായിരുന്നു. ഇരുന്ന സമയത്ത് തന്നെ ഇവര് എൻ്റെ 2 ചെവിയിലും പിടിച്ച് പൊക്കി എണീപ്പിച്ചു. 2 ചെവിയിലും പിടിച്ചു ബലമായിട്ട്. മോനെ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞാണ് അല്ലേ, ഒരു ബൈപ്പാസ് സർജറി കഴിഞ്ഞാണ് അല്ലേ?
ഒരു ഓപ്പൺ സർജറി കഴിഞ്ഞ ഹാർട്ടിന്റെ. ആ കാര്യമൊക്കെ പോലീസുകാരോട് പറഞ്ഞു. ആ സാർമാരുടെ അടുത്ത് പറഞ്ഞതാണ് ഹാർട്ടിന്റെ സർജറി കഴിഞ്ഞതാണ്. ഇവിടുന്ന് തന്നെ, അതായത് എന്നെ വീട്ടിൽ നിന്ന് കൊണ്ടുപോകുമ്പോഴും അവരുടെ അടുത്ത് പറയുന്നുണ്ട് ഹാർട്ടിന്റെ സർജറി കഴിഞ്ഞതാണെന്ന്. വീട്ടിൽ നിന്ന് വന്ന് പിടിച്ചിറക്കിക്കൊണ്ട് പോയപ്പോ തന്നെ എന്റെ ഫോട്ടോ എന്നെ തന്നെ കാണിച്ചു. ഇത് നീയല്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാനാണ്. അതായത് പോലീസിന് ഇപ്പോൾ ഒരാളെ സംശയമുണ്ട്, പ്രതിയാണ് എന്നുള്ളതിൽ അവർക്ക് ഒരു തെളിവ് ഒരു കാര്യവും ഇല്ലെങ്കിലും സംശയത്തിന് മുകളിൽ ഒരാളെ ഇവർക്ക് എന്ത് ചെയ്യാം, പോലീസുകാർക്ക് കസ്റ്റഡിയിൽ എടുത്ത് ചോദ്യം ചെയ്യാം. പക്ഷെ ഇവിടെ ഇപ്പം എന്താ സംഭവിച്ചത്? ഇവിടെ ഈ പെൺകുട്ടി കൊടുത്ത മൊഴിയിലുള്ള ആളുകളെ മൊത്തം ഇതേപോലെ പോയി, ഓക്കെ, സിവിൽ ഡ്രസ്സിൽ പോകുന്നു, പ്രൈവറ്റ് വാഹനത്തിൽ പോകുന്നു. ബട്ട് ഇതിനൊക്കെ കഴിഞ്ഞ് ഇവർ ഉപദ്രവിച്ചത് എന്തിനാ? ഇവരുടെ കയ്യിൽ സോളിഡ് പ്രൂഫ് ഉണ്ട് പോലീസിൻ്റെ കയ്യിൽ. ഇപ്പം ഈ പയ്യനോട് പറഞ്ഞ പോലെ നിൻ്റെ ടവർ ലൊക്കേഷൻ, ഈ കുട്ടി സംഭവം നടന്നു എന്ന് പറയപ്പെടുന്ന സ്ഥലത്തിന് ചുറ്റളവിൽ നീയും നിൻ്റെ കൂട്ടത്തിലുള്ള ആളുകളും ഉണ്ടെങ്കിൽ നിങ്ങളുടെ മൊബൈലിൻ്റെ ടവർ ലൊക്കേഷൻ, നിങ്ങളുടെ CCTV ഫുട്ടേജ്, ഇതൊക്കെ അവരുടെ കയ്യിൽ സോളിഡ് എവിഡൻസ് ആണെന്നുണ്ടെങ്കിൽ പിന്നെ ഈ ചക്കനെ തല്ലിപ്പിഴിഞ്ഞ് പറയിപ്പിക്കേണ്ട കാര്യമുണ്ടോ? അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെയോ ദുരൂഹതകളില്ലേ? വാട്ട് ഐ ഫീൽ ലൈക്ക്, ഈ പെൺകുട്ടിയുടെ ആരെങ്കിലും ഹൈലി ഇൻഫ്ലുവൻഷ്യൽ ആയിരിക്കാം, ആ നാട്ടിലെ പോലീസിനെ വരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ആരെങ്കിലും ആയിരിക്കണം ഒന്ന്. അല്ലെങ്കിൽ ഈ പെൺകുട്ടിയുടെ സിസ്റ്റർ ഈ പയ്യൻ്റെ ഒപ്പം പഠിച്ചതെന്ന് പറയുന്നത്. അത് മാത്രമേ ഈ പെൺകുട്ടിക്ക് ഈ പയ്യനായിട്ടൊരു കോമൺ കണക്ഷനായിട്ട് തോന്നുന്നുള്ളൂ. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതെന്ത്, ലൈക്ക് സിസ്റ്റർ ഒപ്പം പഠിച്ച ഒരാളോട് ദേഷ്യം തോന്നേണ്ട കാര്യം എന്താണ് ഈ പെൺകുട്ടിക്കുള്ളത്? അങ്ങനെ ഒരു ചോദ്യമുണ്ട്. ഈ പെൺകുട്ടി എന്തിനാണ് ഈ ജസ്റ്റ് ഒരു എവിടെയെങ്കിലും ഒരേ നാട്ടിലുള്ളപ്പോൾ കണ്ട ഒരൊറ്റ മുഖത്തിൻ്റെ മുകളിൽ എന്തിനാ അവർ കേസ് കൊടുക്കണം? ആ പെൺകുട്ടി എന്തിനു കേസ് കൊടുക്കണം? അപ്പോൾ ആ കേസ് കൊടുപ്പിച്ചതോ കൊടുത്തതോ അതെന്താണെന്നുള്ളത് കൃത്യമായിട്ട് അന്വേഷിക്കണം. മനസ്സിലായോ? പിന്നെ ഈ പ്രണയാഭ്യർത്ഥന നടത്തിയത് ആരോട്? പെൺകുട്ടി ഒരാളോട് നടത്തിയിട്ട് അയാൾ റിജക്റ്റ് ചെയ്തതാണല്ലോ. ആ വ്യക്തിക്കെതിരെയും ഈ പെൺകുട്ടി കേസിട്ടിട്ടുണ്ടോ? അതോ സഹപാഠികളെയാണോ പറയുന്നത്? അപ്പോൾ ഇതിൽ വ്യക്തത വരുത്തേണ്ടത് ആ പോർഷൻസിലാണ് ഇനി പോലീസ്. പിന്നെ ഒരു വ്യക്തിയെ ഇവർ കൊണ്ടുപോയി ചോദ്യം ചെയ്യാൻ കൊണ്ടുപോകുമ്പോൾ മൂന്നാം മുറ പ്രയോഗിക്കാൻ ഇപ്പോഴും പോലീസ് സ്റ്റേഷൻ്റെയൊക്കെ അടുത്ത് ഇതേപോലെ ക്വാർട്ടേഴ്സുകളുണ്ട്, അതിൻ്റെ രീതികളുണ്ട്. അപ്പോൾ ഈ രീതികൾ എന്താ? പണ്ടത്തെ പോലീസിൻ്റെ മൂന്നാം മുറ എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ പോലീസിന് മൂന്നാം മുറ പഠിപ്പിച്ചു കൊടുക്കുന്നത് കൊണ്ടാണല്ലോ ഈ നിലത്തിരുത്തി കാലിൻ്റെ അടിയിൽ അടിക്കുന്നതും ചെവീൻ്റെ ബാക്കിൽ പിടിക്കുന്നതും. അത് പ്രത്യക്ഷത്തിൽ പുറത്തിറങ്ങി നോക്കുന്ന സമയത്ത് ദേഹത്ത് എവിടെയും വേറെ പാടുകൾ കാണാൻ പാടില്ല, പക്ഷെ ഉള്ളിൽ ചതവ് വേണം, കാണാത്ത സ്ഥലങ്ങളിൽ അടിക്കണം. മൂന്നാം മുറ കൃത്യമായിട്ട് അപ്പോൾ കേരള പോലീസിന് ട്രെയിനിങ് കൊടുക്കുമ്പോൾ ഇപ്പോഴും പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ടോ? എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് മെഡിക്കലി ഇങ്ങനെ ഒരു വലിയ വിഷയമുള്ള ഒരു ഓപ്പൺ ഹാർട്ട് സർജറി കഴിഞ്ഞ ഒരാളെ പിടിച്ചുകൊണ്ടുപോയിട്ട് ഇവർ ഈ കാലിൻ്റെ അടിയിൽ അടിച്ചത്, അല്ലെങ്കിൽ ഈ ദേഹത്ത് ഇത്രയും ദേഹോപദ്രവം ഏൽപ്പിച്ചത്? ഈ പയ്യൻ കസ്റ്റഡിയിൽ കിടന്ന് മരണപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ ഇവർ ഈ പോലീസുകാർ ആർക്ക് വേണ്ടിയിട്ടാണ് ഈ പണിയെടുത്തത്? കേസ് തെളിയിക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറയരുത്. കേസ് തെളിയിക്കാൻ അടിച്ചും പിടിച്ചിട്ടും അല്ല ചെയ്യിക്കേണ്ടത്. അത് ചെയ്യേണ്ട സമയത്ത് ഇവർ ചെയ്യാറുമില്ല, ചെയ്യേണ്ട ആളുകളോട് ഇവർ ചെയ്യാറില്ല. അപ്പം കേസ് തെളിയിക്കേണ്ടതല്ല ഇവിടെ പ്രശ്നം, ഇവിടെ കൂറ് തെളിയിക്കേണ്ടതാണ് ഇവിടുത്തെ കൂടൽ പോലീസ് സ്റ്റേഷനിലെ കുറച്ച് പോലീസുകാരുടെ വിഷയം എന്നുള്ളത് ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? സംഭവിച്ചത് അന്ന് വൈകുന്നേരം ഒരു 8 മണിക്ക് മുന്നേ ഒരു 7:45 ആയപ്പോഴത്തേക്ക് ഞാൻ ജിമ്മിൽ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴത്തേക്ക് ഒരു പോലീസുകാരൻ കയറി വന്നിട്ട് ചോദിച്ചു, എൻ്റെ നിതിൻ എന്നാണോ പേരെന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു അതെന്ന് പറഞ്ഞു. അപ്പം SIക്ക് എന്തോ ചോദിക്കാനുണ്ട്, ഇപ്പോൾ വരുമെന്ന് പറഞ്ഞു. അപ്പം ഒരു 2 സെക്കൻഡ്, ഒരു 10 സെക്കൻഡ് കഴിയുന്നതിന് മുന്നേ തന്നെ SIയും കുറേ പേരും കയറി വന്നത്. അവരെല്ലാം സിവിൽ ഡ്രസ്സിലായിരുന്നു. കയറി വന്നതിന് ശേഷം ഇതേപോലെ എന്നോട് ചോദിച്ചു, നിതിൻ മോഹൻ എന്നാണോ പേരെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു അതെന്ന് പറഞ്ഞു. നിൻ്റെ ഇരിക്കുന്ന ഫോൺ എടുക്കാൻ പറഞ്ഞു. ഞാൻ ഫോൺ എടുത്ത് കൊടുത്തു. അപ്പം വേറൊരു ഫോൺ, മറ്റേ ഫോൺ എന്തെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു സാറേ എൻ്റെ ഒരു ഫോണേ ഉള്ളെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ വീണ്ടും കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്, എന്തോ സാറേ എന്തോ പറ്റി, എന്താണ് കാര്യം എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഇവരൊന്നും പറയുന്നില്ല. ഇവർ 2 പോലീസുകാരെ എൻ്റെ കയ്യിൽ രണ്ടുപേരും ഹോൾഡ് ചെയ്തു. രണ്ടുപേരും എൻ്റെ കയ്യിൽ ഹോൾഡ് ചെയ്തിട്ട് എൻ്റെ കോളർ കയറി പിടിച്ചിട്ട് എന്നോട് എന്നെ, അതായത് ജിമ്മിൽ നിന്ന് താഴെ റോഡിലോട്ട് കൊണ്ടുപോകണം. കൊണ്ടുപോകുന്ന വഴിക്ക് തന്നെ SI പറയുന്നുണ്ട്, നീ സത്യം പറഞ്ഞില്ലേ നിൻ്റെ തല അടിച്ച് പറിക്കുമെന്ന് എന്നോട് SI പറയുന്നുണ്ട്. അപ്പോഴും ഈ കാര്യങ്ങളൊന്നും അറിയാതെ നമ്മൾ ഒരു 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 റീസണും അറിയാതെ നമ്മളിങ്ങനെ നിൽക്കുകയാണ്. അവർ ഇപ്പം നമ്മളെ വല്ലാണ്ട് ഒരു പ്രതിയെ കൊണ്ടുപോയതിനെക്കാട്ടും വളരെ ഇതായിട്ടാണ് നമ്മളെ അവിടുന്ന് കൊണ്ടുപോയത്. കാരണം നാട്ടുകാർ മൊത്തം നോക്കി നിൽക്കുന്നത്, റോഡിൽ കൂടെയാണ് എന്നെ കൊണ്ടുപോയത്.
എന്നിട്ട് അവര് ഇങ്ങനെ തന്നെ കൊണ്ടുവന്ന്, അതായത് നല്ല ബലമായിട്ട് പിടിച്ച് മുന്നോട്ട് കൊണ്ടുപോയിട്ട് അവര് എന്നോട് ചോദിച്ചു വയസ്സ് എത്ര ഉണ്ടെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു 28 വയസ്സുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു, ഇവനല്ലല്ലോ പ്രതി സാറന്മാരെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ പരസ്പരം പറഞ്ഞു. എന്നതിന് ശേഷം എന്നെയും കൂട്ടി എൻ്റെ അനിയനെ വിളിക്കാനായിട്ട് വീട്ടിലോട്ട് പോവുകയായിരുന്നു. ഒരു ഇവരുടെ വാഹനത്തിലല്ല, പോലീസ് ജീപ്പിനകത്തല്ല, ഒരു പ്രൈവറ്റ് വാഗണർ കാറിനകത്താണ് കൊണ്ടുവന്നത്. അങ്ങനെയാണ് വീട്ടിലോട്ട് കൊണ്ടുപോകുന്നത്. വീട്ടിലോട്ട് കൊണ്ടുപോയിട്ട് ഇവനെ പിടിക്കുന്നതിന് മുന്നേ തന്നെ ഞാൻ ഒരുപാട് തവണ അവരോട് പറഞ്ഞു, സാറേ ഇതേപോലെ ഓപ്പൺ ആയിട്ടുള്ളൊരു സർജറി അവൻ്റെ ഹാർട്ടിന് കഴിഞ്ഞതാണ്, അവനെ ഉപദ്രവിക്കൊന്നും ചെയ്യല്ലേ സാറേ. അപ്പോൾ അവർ പറഞ്ഞു ഇല്ല ഉപദ്രവിക്കത്തൊന്നുമില്ല, ചോദ്യം ചെയ്തിട്ട് മാത്രമേ ഉള്ളൂ, ചോദ്യം ചെയ്തിട്ട് വീട്ടിൽ പറഞ്ഞു വിടുമെന്നാണ് അവർ പറഞ്ഞത്. കുറേ ഞാൻ കഴിഞ്ഞ ഈ കുറച്ച് മുമ്പ് പ്ലേ ചെയ്ത വീഡിയോ ക്ലിപ്പിലെ പയ്യൻ്റെ ബ്രദർ ആളെപ്പോലും അവർക്ക് അറിയില്ല, പോലീസുകാർക്ക്. ഓക്കെ, ആളെപ്പോലും അറിയില്ല. ഈ പയ്യന് ആദ്യം ഈ ഹാർട്ട് സർജറി കഴിഞ്ഞ പയ്യൻ, അതായത് ഈ പെൺകുട്ടി കള്ളപ്പരാതി കൊടുത്തതിൽ പറഞ്ഞ പേരിലുള്ള പയ്യനോ അവൻ്റെ ഫോട്ടോ കാണിച്ചു കൊടുത്തത് നീ അല്ലടാന്ന് ചോദിക്കും. ഇത് സിനിമയെ കാണാൻ മതി. ഈ ഫോട്ടോ കണ്ട പോലീസുകാരൻ അറിയത് ഇത് അവനെ തന്നെ അത് തെളിയിക്കണം, നീ അല്ലടാന്ന് ചോദിച്ച് കാണിച്ചു കൊടുത്തു കയറ്റി. എന്നാൽ പിന്നെ ഈ ഫോട്ടോ കയ്യിലുള്ളപ്പോൾ ഇത് നോക്കിയിട്ട് ഇവൻ്റെ ഏട്ടനാ ഇവനാന്ന് തിരിച്ചറിയാൻ മാത്രം ബോധമില്ലാത്ത പൊട്ടന്മാരാണ് ഈ കൂടൽ പോലീസ് സ്റ്റേഷനിലുള്ള മൊയന്തുകൾ. എടീ, പെൺകുട്ടി പരാതി കൊടുക്കുന്നു, ഇവർ പ്രാഥമിക അന്വേഷണത്തിലായിരിക്കുമല്ലോ ഇത് ഏതാണ് ഈ കുട്ടി പറഞ്ഞ ആളുകൾ എന്നുള്ളതിലേക്ക് എത്തുന്നത്. അപ്പം ആ വ്യക്തികളിലേക്ക് എത്തുമ്പോൾ ആ വ്യക്തിയുടെ ഏട്ടനാണോ ഈ വ്യക്തിയാണോ എന്നുള്ളത് പോലും കൺഫേം ചെയ്യാനുള്ള ഒരു സാധനം ഇവരെ കയ്യിലില്ല. പിന്നെയാണ് ഈ CCTV വിഷ്വലും അതിനകത്തുനിന്ന് മറ്റേ ടവർ ലൊക്കേഷൻ എന്നൊക്കെ പറയുന്നത്. ഇവർ പ്രതിയെപ്പോലും ഇവർക്ക് പ്രാഥമിക അന്വേഷണത്തിൽ കൃത്യമായി സ്പോട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. പ്രതി എന്ന് ആരോപിക്കപ്പെടുന്ന ആളുകൾ, പ്രതി എന്ന് പറയണ്ട, പ്രതി എന്ന് ആരോപിക്കപ്പെട്ട ആളെ പോലും പ്രോപ്പറായിട്ട് സ്പോട്ട് ചെയ്യാൻ പറ്റാതെ അയാളുടെ ബ്രദറിനെ പോയി പിടിച്ചിരിക്കുക. എന്നിട്ട് നാട്ടുകാരുടെ മുന്നിൽ പാച്ചക്കൻ്റെ അവസ്ഥ എന്താ? ജിമ്മിൽ നിന്ന് വലിച്ചഴിച്ച് കൊണ്ടുപോയി. ഇത് നാട്ടുകാർ കാണില്ല, ഇതിനൊരു ട്രോമല്ലേ? കള്ളക്കേസ് കൊടുത്ത പെണ്ണിന്റെ പ്രണയാഭ്യർത്ഥന നിരസിച്ചപ്പോഴായ ഓള ട്രോമ പോലെ തന്നെയല്ലേ, അതിക്കും വലുതല്ലേ, പോലെ എന്ന് പറയുമ്പോൾ അതിക്കും 100 ഇരട്ടിയല്ലേ, 1000 ഇരട്ടിയല്ലേ ഈ കള്ളപ്പരാതിയിൽ പെട്ട ഈ ഫാമിലീസും ഈ പെട്ട വ്യക്തികളൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇവിടുത്തെ നിയമം എന്താ? കള്ളപ്പരാതി കൊടുക്കുന്നവർക്ക് അത് കള്ളപ്പരാതിയാണ് എന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എന്ത് കേസ് ഇവിടെ എടുക്കും? ഏത് രീതിയിൽ അവർക്കെതിരെ കേസ് എടുക്കും? എന്ത് തരം നഷ്ടപരിഹാരം അവർ ഈ ഫാമിലീസിന് കൊടുക്കണം? അതിനത് മാത്രമല്ല, ഞാൻ പറഞ്ഞല്ലോ, ഈ കള്ളപ്പരാതി കൊടുക്കുന്നതിലേക്ക് ഈ കുട്ടി എങ്ങനെ എത്തി? പ്രണയാഭ്യർത്ഥന നിരസിച്ചത് കൊണ്ട്, നിരസിച്ചത് ആരാണോ അവനെതിരെ പരാതി കൊടുക്കാം, ഇല്ലെങ്കിൽ അവൻ്റെ വീട്ടുകാർക്കെതിരെ പരാതി കൊടുക്കാം, അവൻ്റെ 4 ഫ്രണ്ട്സിനെതിരെ പരാതി കൊടുക്കാം. ഇതൊരു നാട്ടിൽ സഹപാഠികൾക്കും നാട്ടിലുള്ള ബാക്കി കുറേ ഏട്ടന്മാരുടെയും ഒരു പെണ്ണിൻ്റെയും പേരിൽ കേസ് കൊടുത്തിരിക്കാൻ കൊണ്ടുപോയിട്ട് അതും ചൈൽഡ് ലൈൻ വന്നപ്പോൾ പറഞ്ഞിരിക്കുക. അപ്പം ഈ കുട്ടിക്ക് അറിയാം എന്ത് ചൈൽഡ് ലൈൻ വരും, ഇതുപോലുള്ള കാര്യങ്ങൾ. അപ്പോൾ ഒരു കള്ളത്തരമാണെങ്കിലും ഇത് അവിടെ അറിയാം അവർക്കൊക്കെ. ഒരു 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിക്കാണ് ഇത് അറിയുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഒരാൾക്കെതിരെ റിവെഞ്ച് തീർക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ 18 വയസ്സിന് താഴെയാണ്. ഈ 18 വയസ്സ് താഴെയായ ഞാൻ എൻ്റെ സഹപാഠികളായിട്ടുള്ള എനിക്ക് ദേഷ്യമുള്ളവർക്കെതിരെയും അല്ലെങ്കിൽ പുറത്തുനിന്നുള്ള ഒരാൾക്കെതിരെയും എന്നെ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞ കേസ് ഞാൻ ഇവർ വരുമ്പോൾ പറഞ്ഞാൽ അവർ അറസ്റ്റിലാവും എന്നുള്ളത് അറിയും ആ കുട്ടിക്ക്. ആ അറിവ് എവിടെ നിന്ന് വന്നു? ഓക്കെ, മേ ബി സോഷ്യൽ മീഡിയ ഒന്നും ഈ കണ്ട ന്യൂസ് ചാനൽസ് ഒന്നും ഇതുവരെ ഉള്ളതൊന്നും കിട്ടി എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ഒരു ധൈര്യം വേണമല്ലോ ഇതിന്. ആ ധൈര്യം എവിടെ നിന്ന് ആ കുട്ടിക്ക് കിട്ടി? അത് ആ കുട്ടിയുടെ വീട്ടിനകത്തുനിന്നായിരിക്കും എനിക്ക് തോന്നുന്നത്, ആ പേഴ്സണലി. അല്ലെങ്കിൽ ഇതിന്ന് ആ കുട്ടിക്ക് പുറത്തുനിന്ന് എവിടുന്നോ ആരോ ധൈര്യം കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഇതിനൊരു പ്ലാനിങ് എക്സിക്യൂഷൻ ആ കുട്ടിക്ക് ആരോ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പീഡനമേറ്റത് അവനകത്ത് കിടന്ന് മാനസികവും ശാരീരികമായ പീഡനമേറ്റ് ഞങ്ങൾ വെളിയിലിരുന്ന് 3 മണി വരെ ഞങ്ങൾ മാനസികമായ പീഡനം ഞങ്ങൾ അനുഭവിച്ചുകൊണ്ട് അവിടെ ഇരിക്കുക. ഈ കുഞ്ഞിനെ അറിയത്തില്ല, ഈ പറയപ്പെടുന്ന കുട്ടിയെ ഞങ്ങൾ അറിയത്തില്ല, ഞങ്ങൾ കണ്ടിട്ടില്ല. ചെറുപ്രായത്തിൽ അങ്ങാണ്ട് ഞങ്ങൾ പാടത്ത് താമസിക്കുന്ന സമയത്ത് 3 വയസ്സ് ഉള്ള സമയത്ത് കണ്ടിട്ടുണ്ട്. ആ കുഞ്ഞിന് അതിന്റെ ചേച്ചി ഇവന്റെ കൂടെ പഠിച്ച് എന്നുള്ളതല്ലാതെ ഒരു കോണ്ടാക്റ്റും ഇല്ല, ഒരു തെളിവില്ല, ഒരു ഫോൺ കോൾ ചെയ്യുന്നതായിട്ട് ഒരു തെളിവും ഇല്ല. ഈ 13 വയസ്സുള്ള ഈ കുഞ്ഞ്, ഈ 13 വയസ്സെന്ന് പറഞ്ഞാൽ എന്താ? അതിന്റെ ബാല്യം വിട്ടുമാറാത്തതല്ലേ? ഈ 13 വയസ്സുള്ള കുഞ്ഞ് ഈ പ്രവൃത്തി ചെയ്ത് എന്റെ മോനെ ഇത്തരത്തിലാക്കിയ ഈ കൊച്ചിനെ എനിക്ക് കാണണം. ഈ കൊച്ചിനോട് എനിക്ക് ചോദിക്കണം. മകനെ പോലീസുകാർ ഉപദ്രവിച്ചു എന്ന് പറയുന്നത്. ഉപദ്രവിച്ചു, നന്നായിട്ട് ഉപദ്രവിച്ചു. ഞങ്ങൾ അറിഞ്ഞില്ല. അവിടുന്ന് വിട്ടയച്ചല്ലോ.
എല്ലാം നോർമലാ, ഇവന് കുഴപ്പമൊന്നുമില്ല, സർക്കിൾ പറഞ്ഞു ഇവൻ നല്ലവനാ, ഇവന് കുഴപ്പമില്ല. അപ്പോഴും ഇവൻ പറയുന്നില്ല എന്നെ ഉപദ്രവിച്ചെന്ന്. അപ്പൊ ഇവനെ വെറുതെ വിട്ടല്ലോ എന്നുള്ള സന്തോഷത്തോടെ ഞങ്ങൾ ഇറങ്ങി വന്നപ്പോഴത്തേന് ഇവൻ നടക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഞാൻ വിചാരിച്ച് തലേന്ന് പട്ടിണിക്ക് ഇരിക്കുക, ഇപ്പൊ മാനസിക സംഘർഷമായിരിക്കാം. അപ്പോഴത്തേന് ഇവന്റെ കൂട്ടുകാര് ബൈക്കെ കയറ്റി ഇവിടെ കൊണ്ടുവന്നപ്പോ ഞങ്ങളും അതിന്റെ തൊട്ട് പുറകെ തന്നെ വന്ന് ഇവനെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച്, മോനെ മക്കളെ എന്തു മക്കളെ ഇതെന്ന് പറഞ്ഞു ഇങ്ങനെ കെട്ടിപ്പിടിക്കാൻ ചെന്നപ്പോ എന്നെ തൊടരുതേന്ന് പറഞ്ഞു. അമ്മ എന്നെ തൊടല്ല, എന്റെ ശരീരം മൊത്തം അടിച്ചു വെച്ചേക്കുവാന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത്. രാത്രി ഉറങ്ങിയിട്ടില്ല, കാലെല്ലാം നീര്. അപ്പൊ ഞാൻ പറഞ്ഞു, എടാ ഞങ്ങൾ പറഞ്ഞല്ലോ വിട്ട സാറിനോട്. അപ്പൊ അവരതൊന്നും കേട്ടില്ല. എന്റെ പോലീസുകാരോട് ഇവിടുന്ന് കൊണ്ടുപോകുമ്പോഴേ പറഞ്ഞു, കാണിച്ചതുവാ സാറേ ഇത് കാണ്, ഇവനെ ഓപ്പറേഷൻ ചെയ്ത് ഇല്ല ഞങ്ങൾ ഉപദ്രവിക്കത്തില്ലെന്നും പറഞ്ഞാ കൊണ്ടുപോയത്. എന്നിട്ടാ ഈ പണി കാണിച്ചേ. അവര് ചോദ്യം ചെയ്തോട്ടെ, സംശയാസ്പദമായ രീതിയിൽ അവരൊരു കംപ്ലൈന്റ് ഇട്ട് ചോദ്യം ചെയ്തോട്ടെ. അതിനൊക്കെ ഓരോ നിയമങ്ങളില്ലയോ? ഞങ്ങൾ എന്നിട്ട് ചോദിക്കുന്നു ഇവിടുന്ന് കൊണ്ടുപോകുമ്പോ എന്തിനാ കൊണ്ടുപോകുന്നതെന്ന് ഞങ്ങൾക്ക് അറിയണ്ടേ? എന്നിട്ട് അവര് പറഞ്ഞില്ല, അവരത് അറിയിച്ചതുമില്ല. അവിടെ ചെന്ന് മണിക്കൂറുകൾ കഴിഞ്ഞിട്ട് പോലും ഞങ്ങൾ അറിയുന്നത് അന്ന് രാത്രി 1 മണിയൊക്കെ ആയി. ഇവനെ മെഡിക്കലിൽ എടുക്കാൻ ഇത് പോയിട്ട് തിരിച്ചു വന്നപ്പോഴാ ഇവൻ ജീപ്പിൽ ഇറങ്ങിയപ്പോ മമ്മി ഞാൻ ഒന്നും അറിഞ്ഞിട്ടില്ലെന്ന് പറയുമ്പോഴും ഞങ്ങൾ അറിയുന്നില്ല കേസ് എന്തുവാന്ന്. കൂടൽ പോലീസ് സ്റ്റേഷന്റെ മുന്നിൽ അന്നേ ദിവസം, അതായത് ഈ പ്രതികൾ എന്ന് ആരോപിക്കപ്പെട്ട പല പിള്ളേരെയും പിടിച്ചു കൊണ്ടുപോയപ്പോൾ അവരുടെ ഫാമിലീസ് ഇതേ കൺസേൺ സ്റ്റേഷന് മുന്നിൽ വന്ന് നിന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഉപദ്രവിക്കില്ല, ചോദ്യം ചെയ്യാൻ വേണ്ടി മാത്രമാണ്. പക്ഷെ കേസ് എന്താണെന്ന് ഇവരോട് ആരോടും പറയുന്നില്ല. ദാറ്റ് ഷോസ് ഈ കൂടൽ പോലീസ് സ്റ്റേഷനിൽ ഏതോ മാമൻ്റെ കുട്ടിയാണ്, അല്ലെങ്കിൽ മാമന് വേണ്ടപ്പെട്ട കുട്ടിയാണ് ഈ 13 വയസ്സുകാരി എന്ന് തോന്നുന്നു. അല്ലാതെ ഇപ്പോൾ ഇത്രയും ഇങ്ങോട്ട് കർമ്മനിരതരായിട്ട് ഇവരിങ്ങോട്ട് ഇറങ്ങണം എന്നുണ്ടെങ്കിൽ പോലീസുകാർ ഇവിടെ ഓരോ കേസുകൾ ജെന്യൂൻ ആയിട്ടുള്ളത് കൊടുത്താൽ അടക്കം അന്വേഷിക്കാൻ വലിയ മടിയാണ് ചൈൽഡ് ലൈനും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലീസുകാർക്കൊക്കെ. ഒന്നും വേണ്ട, ഈ റീസെൻ്റ്ലി ഈ സജിനാനൂർ ഫിറോസ് ഖാൻ വിഷയത്തിനകത്ത് സജിന വന്നിട്ട് ഫിറോസ് ഖാനെതിരെ ഇതേപോലെ ഒരു ബോംബ് സാധനം പൊട്ടിച്ചിരുന്നല്ലോ. ഒരു പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിയെ ഫിറോസ് ഖാൻ ഉപദ്രവിച്ചു, അതിൻ്റെ തെളിവുകൾ കയ്യിലുണ്ട്, ഇത് കേസെടുക്കണം. അതിൻ്റെയൊക്കെ അന്വേഷണമൊക്കെ എവിടെ വരെ എത്തി? അതിനുശേഷം ഈ പെൺകുട്ടിയായിട്ട് സംസാരിക്കുന്നതിൻ്റെ ഓഡിയോ ക്ലിപ്പ് എങ്ങാണ്ട് ലീക്കായി പോകുന്നു. അപ്പോൾ കുറേ കേസുകളിലൊന്നും ഇവർക്കൊരു ഇൻട്രസ്റ്റ് ഇല്ല. ഇതുപോലെ ചില കേസുകളിൽ ഇവർക്ക് എക്സ്ട്രാ ഇൻട്രസ്റ്റ് പോലീസിന്. ആ ഇൻട്രസ്റ്റിൻ്റെ കാരണമാണ് നമുക്കറിയേണ്ടത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ പലരും ഈ നിയമം ഭേദഗതി വരണം അല്ലെങ്കിൽ നിയമത്തിൽ മാറ്റം വരണം എന്നൊക്കെ പറയുന്നത്. ശരിക്കും നിയമത്തിലാണോ മാറ്റം വരേണ്ടത്? സ്ത്രീകൾക്കും കുട്ടികൾക്കും പ്രൊട്ടക്ഷനുള്ള നിയമമാണ് ഇവിടെ പലതും. അത് വേണം, അതിനി കൂട്ടിയാലും കുഴപ്പമില്ലാന്നാണ് ഞാൻ പറയുന്നത്. പക്ഷേ ഫേക്ക് കേസ് ഏതാ, ജെനുവിൻ കേസ് ഏതാ എന്നുള്ളത് പ്രാഥമിക അന്വേഷണം പോട്ടെ, ഒരു 2 സെറ്റ് അന്വേഷണം കഴിഞ്ഞാൽ അടക്കം തിരിയാത്ത, മനസ്സിലാവാത്ത കുറേ മൊയന്ത് പോലീസുകാർ ഇവിടെ ഉണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് എൻ്റെ സങ്കടം. ഇനി ഇതൊക്കെ മനസ്സിലായിട്ടാണെന്നുണ്ടെങ്കിലും ചിലർ കാശിന് വേണ്ടി, ചിലരുടെ അടിമപ്പണിക്ക് വേണ്ടി എന്ത് ചെയ്യും, ഈ മനസ്സിലായതൊക്കെ കുഴിച്ച് മൂടും ചെയ്യും. എന്നിട്ട് ഏതെങ്കിലും ഒരു പാവപ്പെട്ടവനെ കിട്ടിക്കഴിഞ്ഞാൽ ഓൻ്റെ തലയിൽ കൊണ്ടുപോയി ചാർത്തി കൊടുക്കും ചെയ്യും. അങ്ങനെയും കുറേ ആൾക്കാർ. സിസ്റ്റം ഫെയിലാവുന്നത് എവിടെയാണ്? നിയമമുള്ളത് കൊണ്ടല്ല സിസ്റ്റം ഫെയിലാവുന്നത്. ആ നിയമം കൃത്യമായിട്ട് ആർക്ക് ജസ്റ്റിസ് ഡെലിവർ ആവുന്നു എന്നുള്ളത് ഉറപ്പ് വരുത്തേണ്ടത്, അത് അന്വേഷിക്കേണ്ട, ഒരു കേസ് വന്നാൽ അന്വേഷിക്കേണ്ട പോലീസിൻ്റെ കയ്യിലാണ് ആ സാധനം കിടക്കുന്നത്. ആ പോലീസുകാർ ഫെയിലിയറായി പോവുകയാണ് പലപ്പോഴായിട്ട്, അല്ലെങ്കിൽ അവരെ ഫെയിലിയർ ആക്കുകയാണ് പല ആളുകളായിട്ട്. മനസ്സിലായോ? ഈ വിഷയത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ഈ പെൺകുട്ടിക്ക് ഈ കേസ് കൊടുക്കാനുള്ള മോട്ടീവ് എന്താണ്? വെറുതെ ഒരു പ്രണയാഭ്യർത്ഥന നിരസിച്ചതിൻ്റെ മുകളിൽ മാത്രമാണോ? ഈ കുട്ടിക്ക് വേറെ ആരുടെയെങ്കിലും പ്രഷർ ഉണ്ടോ? അതോ ഈ വിഷയത്തിൽ ഈ കുട്ടി പറഞ്ഞ പേരുകളുമായിട്ട് ലിങ്ക് ചെയ്യുന്ന വേറെ എന്തെങ്കിലും ഒരു കണക്ഷൻ ഈ കുട്ടിയായിട്ട് ഇവർക്ക് ഉണ്ടോ എന്നുള്ളതൊക്കെ പോലീസുകാർ അന്വേഷിച്ച് കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇതിൻ്റെ ഒരു റിയാലിറ്റി പുറത്ത് വരും. അൺഫോർച്ചുനേറ്റ്ലി മാമന്മാർക്ക് ആകെ ഇതേ അറിയൂ, മഫ്തിയിൽ വരിക, ഏതെങ്കിലും ഒരു കാട്ടിലോ പൊത്തിലോ കൊണ്ടുപോവുക, ഇടിച്ച് പിഴിഞ്ഞ് പറയിപ്പിക്കുക നീയാണ് പ്രതി എന്നുള്ളത്. അത്രേ പേർക്ക് നടക്കൂ. ഒരു പട്ടീനെ കിട്ടിയാൽ കെട്ടി തൂക്കി അടിച്ച് പൂച്ചയാക്കണ വരെ, തല്ലി അവസാനം പട്ടി പൂച്ചയാന്ന് പറയുന്ന വരെ അതിനെ തല്ലി പിഴിഞ്ഞ് പറയിപ്പിച്ച് കേസ് ക്ലോസ് ചെയ്യും. ആ സിസ്റ്റം ഒന്നും മാറിയിട്ടില്ലല്ലേ ഇപ്പോഴും കേരളത്തിൽ?